ഡോക്ടർ ഷർട്സിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്ത എല്ലാവർക്കും നല്ല അടിപൊളി റിസൾട്ട് കിട്ടി. ഇത് കണ്ട് ഞാൻ മേടിച്ച് യൂസ് ചെയ്ത എൻ്റെ അവസ്ഥ ഇതാണ്. ഫുൾ ബ്രേക്ക്ഔട്ട്സ് ആണ്. എന്തിനു കുഞ്ഞേ നീ എന്നോട് മാത്രം ഇത് കാട്ടി? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു അനുഭവം ഉണ്ടോ? എന്തായാലും നമുക്കിതിൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ കണ്ടാലോ. ഹലോ, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു പ്രൊഡക്റ്റിന്റെ റിവ്യൂ ആണ് ചെയ്യുന്നത്, പ്ലസ് കുറച്ച് വേറെ പ്രൊഡക്റ്റുകൾ കാണിച്ചു തരാം. അപ്പൊ നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്ന മോയ്സ്ചറൈസർ എന്ന് വെച്ചാൽ ഈ ഒരു ഡോക്ടർ ഷർട്സിന്റെ നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോണിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ സ്കിന്നിന് വേണ്ടിയിട്ടുള്ള സെറാമൈഡ് ആൻഡ് വിറ്റാമിൻ സി ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ ആണ് സംഭവം. ഒരുപാട് പോസിറ്റീവ് റിവ്യൂകൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് ഞാനും ഈ ഒരു മോയ്സ്ചറൈസർ അല്ലെങ്കിൽ ഈ ഒരു ബ്രാൻഡിലേക്ക് എത്തിയത് കേട്ടോ. ഇപ്പൊ ഈ ഒരു ഡോക്ടർ ഷർട്സ് മിക്കവാറും ഡോക്ടർ ഷർട്സ് ഇപ്പൊ ഭയങ്കര പോപ്പുലർ അല്ലെങ്കിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. അപ്പം ഇവരുടെ ഈ ഒരു പ്രൊഡക്റ്റ് മാത്രമേ ഞാൻ മേടിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ഇത് യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. എനിക്ക് അത്ര നല്ലതല്ല, പക്ഷെ ഞാൻ പറയും ഈ ഒരു പ്രൊഡക്റ്റ് ഇപ്പൊ എനിക്ക് നല്ലല്ല വെച്ചിട്ട് ഞാൻ ഇതിനെ അടച്ചാക്ഷേപിക്കുക എന്നൊക്കെ പറഞ്ഞില്ല. അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഏതൊരു പ്രൊഡക്റ്റ് ആണെങ്കിലും അത് ചിലപ്പം ചിലർക്കെങ്കിലും അതിൽ നമുക്ക് ചെറിയ ഇഷ്യൂസ് വരാറുണ്ട്, അല്ലെങ്കിൽ സൈഡ് എഫക്റ്റ് ഉണ്ടാവാറുണ്ട്. പക്ഷെ ഒരുപാട് പേർക്ക് നല്ല രീതിയിൽ വർക്കായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഈ ഒരു മോയ്സ്ചറൈസർ കേട്ടോ. എന്തായാലും നമുക്ക് ഇതിന്റെ ആ ഒരു മൊത്തത്തിലുള്ള റിവ്യൂ അതാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഈ ഡോക്ടർ ഷർട്സിന്റെ ഈ ഒരു സെറാമൈഡ് ആൻഡ് വിറ്റാമിൻ സിയിൽ വരുന്ന റേഞ്ചിലുണ്ട്, ആ ഒരു ഇതിലുണ്ട്. വേറൊരു മോയ്സ്ചറൈസർ ഉണ്ട് കേട്ടോ, നമ്മൾ വേറെ ഇൻഗ്രീഡിയൻസ് വരുന്ന സംഭവം ഉണ്ട്. അപ്പൊ ഞാൻ മേടിച്ചിട്ടുള്ള ഇതാണ്. ഇതേപോലത്തെ ഒരു ട്യൂബ് സൈസിലാണ് നമ്മുടെ പ്രൊഡക്റ്റ് വരുന്നത്. ഇത് 50 ഗ്രാം പ്രൊഡക്റ്റ് ആണ്. ഫസ്റ്റ് തന്നെ ഇതെനിക്ക് പെട്ടെന്ന് ഇത് തീർന്നു കേട്ടോ. സാധാരണ എനിക്ക് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഒക്കെ വരുന്ന സമയത്ത് 50 ഗ്രാം ആണെങ്കിൽ പോലും എനിക്ക് കുറച്ചും കൂടെ ഒരു എന്താ പറയുക കുറച്ച് കാലം ലാസ്റ്റ് ചെയ്യും. പക്ഷെ ഈ ഒരു പ്രൊഡക്റ്റ് പെട്ടെന്ന് തന്നെ കാലിയായ പോലെ അല്ലെങ്കിൽ പെട്ടെന്ന് തീർന്നു കേട്ടോ. ഈ ഒരു ട്യൂബ് എനിക്ക് തോന്നി ഇങ്ങനെ കുറച്ചെടുത്ത് കഴിയുമ്പോഴേക്കും ട്യൂബിൽ ഈ ഒരു 50 ഗ്രാം ഇല്ലേ എന്നുള്ളൊരു സംശയം എനിക്ക് അങ്ങനെ തോന്നും കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയൂ കേട്ടോ. എന്താണെന്നറിയില്ല, എനിക്കിത് പെട്ടെന്ന് തന്നെ തീർന്നു. ഒരു 50 ഗ്രാം ഉണ്ടോ എന്നുള്ളത് എനിക്ക് ശരിക്കും കാര്യമായിട്ട് സംശയമുണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല. അപ്പം നിങ്ങൾക്ക് അങ്ങനെ പെടുത്ത് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ഇങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഇങ്ങനെ വർക്ക് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതും കൂടെ നമ്മുടെ വീഡിയോയിൽ ആ ഒരു കമൻറ്റ് സെക്ഷനിൽ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. കാരണം ഇനി മേടിക്കാൻ നോക്കുന്ന ആൾക്കാർക്കും അതൊരു ഉപയോഗമാവുമല്ലോ. അപ്പം ഇതിൽ ഈ ഒരു സെറാമൈഡ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിലെ ഇംപ്യൂരിറ്റീസ് ഒക്കെ എന്താ പറയുക ഒന്ന് ക്ലീൻ ആക്കി എടുക്കുക, അല്ലെങ്കിൽ എന്താ പറയുക മെയിനായിട്ട് നമ്മൾ എന്താ പറയുക നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ചെയ്തിട്ടില്ലേ, അങ്ങനെയൊക്കെ സ്കിന്നിനെ ക്ലിയർ ആക്കാൻ ഉപയോഗിക്കുന്ന സംഭവമാണ് സെറാമൈഡ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ വിറ്റമിൻ സി എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന്റെ കോംപ്ലക്ഷൻ വർദ്ധിക്കുക അല്ലെങ്കിൽ ബ്രൈറ്റ്നസ് കൊണ്ടുവരിക എന്നുള്ളതും പിന്നെ എന്തെങ്കിലും ഡാർക്ക്നെസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാന്നുള്ള രീതിയിലാണ് ആ ഒരു വിറ്റാമിൻ സി ചെയ്യണത്. പിന്നെ ഇത് ഒരു മോയ്സ്ചറൈസർ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിൻ നന്നായിട്ട് ഹൈഡ്രേറ്റ് ആക്കണം. അതുപോലെ തന്നെ ഭയങ്കര ഡ്രൈ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പാടില്ല. അതൊക്കെ ഇത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫോർമുലയാണ്. അതേപോലെ തന്നെ നോൺ ഗ്രീസിയാണ്, ഒട്ടിപ്പിടിക്കില്ല. ഇത് ഓയിലി സ്കിന്നൊക്കെ ആണെങ്കിൽ അവർക്ക് ബെസ്റ്റ് ആണ്. കാരണം നമുക്ക് ഓയിലി സ്കിന്നിന് പറ്റുന്ന ലൈറ്റ് വെയിറ്റ് ആയിട്ട് സ്കിന്നിലേക്ക് പെട്ടെന്ന് അബ്സോർബ് ആയിട്ട് അങ്ങനത്തെ ഒരു സംഭവം കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ എന്നിട്ടും ഇത് എൻ്റെ സ്കിന്നിന് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത്, അതായത് റോബോബർച്ചിനെ ശല്യം ചെയ്യുന്നു, ഇത് ഞാൻ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു 1 month ഒക്കെ ഞാനത് യൂസ് ചെയ്തു. കണ്ടിന്യൂസ് ആയിട്ട് ഇത് തന്നെയാണ്. നമ്മളേതെങ്കിലും പ്രൊഡക്റ്റ് ട്രൈ ചെയ്ത് പോകുന്ന സമയത്ത് അങ്ങനെ ആയിരിക്കുമല്ലോ, അത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യും. അപ്പൊ ഈ ഒരു മോയ്സ്ചറൈസർ ഇട്ട സമയത്ത് വന്ന പിമ്പിൾസ് ആണ്, നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് അറിയില്ല. കണ്ടോ, ചെറിയ ചെറിയ കുത്തുകളൊക്കെ ആയിട്ട് എൻ്റെ മുഖത്ത് പിമ്പിൾസ് ഉണ്ട്. ഇപ്പൊ ചെറിയ ഞാനിപ്പോൾ ഇത് സ്റ്റോപ്പ് ചെയ്തു കേട്ടോ. ഇപ്പൊ കണ്ടോ, എന്താ എനിക്ക് കുറച്ചൊരു കുറവ് ഫീൽ ചെയ്യുന്നുണ്ട്. അത് മാറാൻ കുറച്ച് സമയം എടുക്കും. കാരണം പൊതുവെ എനിക്ക് ഒരു പ്രൊഡക്റ്റുകളും തന്നെ വലിയ ഇഷ്യൂസ് അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഇപ്പൊ ചില നമുക്ക് റിസൾട്ട് തരില്ല എന്നേ ഉള്ളൂ. ഇപ്പൊ ഡാർക്ക് സ്പോട്ട് റെഡ്യൂസ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാൻ സമയത്ത് ചിലപ്പോൾ റെഡ്യൂസ് ചെയ്യില്ല. പക്ഷെ സൈഡ് എഫക്റ്റ് ആയിട്ടൊന്നും എനിക്ക് ഇങ്ങനെ കണ്ടിട്ട് വന്നിട്ടില്ല. ആദ്യമായിട്ടാണ് എനിക്കൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് പിമ്പിൾസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു പ്രശ്നം കാണുന്നത്. എന്താണെന്ന് എനിക്കറിയില്ല, എനിക്ക് മാത്രമാണ്. ഇപ്പം ഞാൻ പൊതുവേ ഇതിൻ്റെ കുറേ റിവ്യൂസ് ഒക്കെ എടുത്ത് നോക്കിയിട്ടോ, അതിലൊന്നും ആരും ഇങ്ങനത്തെ ഇഷ്യൂ പറഞ്ഞ് കേട്ടില്ല. പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അനുശ്രീ, അവളിത് യൂസ് ചെയ്യുന്ന സമയത്ത് അവൾക്ക് ഞാൻ അവളുടെ എന്താ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു കുറേ മുന്നേ കേട്ടോ, 2 മാസം മുന്നേക്കെ ആയിരിക്കും അവളിത് യൂസ് ചെയ്തിട്ട് സ്കിന്ന് ഡാർക്ക് ആയിട്ടുണ്ടായിരുന്നു. അവൾക്ക് ഇത് പറ്റിയില്ല എന്ന് പറഞ്ഞിട്ടാണ് അവൾ അങ്ങനെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. അതിന് ശേഷമാണ് ഞാനത് മേടിച്ച് നോക്കിയത്. അപ്പം എനിക്കും ഇതെന്ത് ചെയ്യും, എൻ്റെ സ്കിന്ന് ഡാർക്കൊന്നും ആയിട്ടില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. പക്ഷേ എൻ്റെ ചെറുതായിട്ട് അവിടെയൊക്കെ ചെറിയ ചെറിയ ബ്രേക്ക്ഔട്ട്സ് വന്നിട്ടുണ്ട്. എന്താണെന്നറിയില്ല, എൻ്റെ സ്കിന്നിന് ഈ ഒരു പ്രൊഡക്റ്റ് പറ്റിയിട്ടില്ല കേട്ടോ. അതർവൈസ് നല്ലൊരു എന്താ പറയുക ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസറാണ്. അതേപോലെ തന്നെ അങ്ങനെ വെഗൻ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. കെമിക്കൽസ് വളരെ കുറവാണ്, നമുക്ക് സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെയൊക്കെ ഇത് അടിപൊളിയാണ്. പക്ഷെ എനിക്ക് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായി, എന്താണെന്നറിയില്ല. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ ഇതിന് നിങ്ങൾക്ക് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണെന്നുള്ളത് നിങ്ങളുടെ കമൻറ്റും കൂടെ ഒന്ന് എന്തായാലും അറിയിക്കാൻ വേണ്ടി നോക്കുക കേട്ടോ.
ഇതിൽ 1% വിറ്റാമിൻ സി കോംപ്ലക്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ സെറാമൈഡ് കോംപ്ലക്സ്, പിന്നെ അശ്വഗന്ധ എക്സ്ട്രാക്ട്, ഇതൊക്കെ വളരെ നല്ല ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ സ്കിന്നിനായിട്ടുള്ളത്. അപ്പൊ അതൊക്കെ ഇതിൽ വരുന്നുണ്ട്. ലൈറ്റ് വെയിറ്റ് മോയ്സ്ചറൈസർ ആണ്, ദാറ്റ് ബൂസ്റ്റ് ഗ്ലോ ആൻഡ് സ്ട്രെങ്തൻ സ്കിൻ ബാരിയർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഡെർമറ്റോളജിസ്റ്റ് ഫോർമുലേറ്റർ ആണ് ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. pH ബാലൻസ്ഡ് ആണ്, എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാന്നൊക്കെ എഴുതിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഇത് നന്നാവുക നമ്മുടെ ഈ ഒരു ഓയിലി ആ ഒരു സ്കിന്നിനൊക്കെ ആയിരിക്കും. ഗ്രേറ്റ് ഫോർ ഓയിലി സ്കിൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ എന്താ പറയണത്, ഇത് നമ്മളൊരു കോയിൻ സൈസിൽ എടുത്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ നോർമലി അതേപോലെ അപ്ലൈ ചെയ്യാം. ഫുൾ ഫേസിലാണെങ്കിലും മോയ്സ്ചറൈസർ നമുക്ക് ബോഡി ലോഷനാണ് നമ്മൾ ബോഡിയിൽ അപ്ലൈ ചെയ്യേണ്ട കാര്യമുള്ളൂ. മോയ്സ്ചറൈസർ നമ്മുടെ സ്കിന്നിലും നെക്കിലും കൂടെ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അതേപോലെ ഇത് രാവിലെ മോർണിംഗ് ആൻഡ് നൈറ്റ് സ്കിൻ കെയർ റൂട്ടീനിൽ 2 times ആണ് ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ സ്കിന്ന് ഹൈലൈറ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. വേറെ എന്താ പറയുക, ഡള്ളായ അങ്ങനത്തെ ഒരു ഫീലിലേക്ക് പോകുന്നില്ല കേട്ടോ. ഇപ്പോൾ എന്താ പറയുക, ഇത് യൂസ് ചെയ്തിട്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഈ ഒരു ബ്രേക്ക്ഔട്ട്സ് വരിക എന്നുള്ളത് എൻ്റെ വലിയ പ്രശ്നമാണ്. കാരണം പൊതുവെ എൻ്റെ സ്കിന്നിൽ അങ്ങനെ ഇപ്പം കുറേ ആയിട്ട് ഒരു പ്രശ്നവും ഇല്ലാത്തതാണ്. ആ ഒരു ടീനേജിൽ മാത്രം നിറച്ച് പിമ്പിൾസ് ഉണ്ടായിരുന്നു. പക്ഷെ കുറേ കാലമായിട്ട് വേറെ ഇഷ്ടമൊന്നുമില്ല. നമുക്കിപ്പോൾ ആ ഒരു പീരീഡ്സിൻ്റെ ടൈമിൽ മാത്രമേ ഈ പിമ്പിൾസിൻ്റെ വിഷയം വരാറുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പം എന്താ നല്ല ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് എനിക്കിത് പറ്റിയില്ല. ഇനിയിപ്പോൾ ഇത് നീ വാങ്ങില്ലേ നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ, അത് മേടിക്കില്ല എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഈ പ്രൊഡക്റ്റ് മേടിക്കില്ല. കാരണം ഇതെനിക്ക് എന്തായാലും ഇതിനെക്കാട്ടും നല്ല മോയ്സ്ചറൈസറുകൾ എനിക്ക് വേറെ ഉണ്ട്. അപ്പം ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് പ്രശ്നം വരികയാണെങ്കിൽ നമ്മളിത് വീണ്ടും മേടിക്കേണ്ട കാര്യം ഇല്ലല്ലോ. അപ്പോൾ ഇതാണ് എൻ്റെ അനുഭവം എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾ വേറെ കുറേ റിവ്യൂസ് എടുത്ത് നോക്കിയാലോ, അല്ലെങ്കിൽ ആ റിവ്യൂവിൻ്റെ കമൻ്റ് ഒക്കെ പോയി വായിച്ചു നോക്കിയാൽ ആർക്കെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളത്. പക്ഷെ ആർക്കും അങ്ങനത്തെ ഒരു പ്രശ്നം കണ്ടിട്ടില്ല. അപ്പം എനിക്കിതായിരുന്നു ഉള്ളത്. എൻ്റെ എന്താ പറയുക, നമുക്കൊരു പ്രശ്നം ഉണ്ടായി പറയാനുള്ളത്, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രമായിട്ട്. അല്ലാണ്ട് ഈ ഒരു പ്രൊഡക്റ്റിനെ ഞാൻ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തുന്നതല്ല. എൻ്റെ സ്കിന്നിന് ഇത് പറ്റില്ല. ഇത് വേറെ എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഏതൊരു പ്രൊഡക്റ്റ് എടുത്തുള്ള സമയത്തും പാച്ച് ടെസ്റ്റ് റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് അവർ. ഇതിൽ ഞാനിപ്പോൾ എവിടെ വായിച്ചല്ലോ, ഓൾവേസ് പാച്ച് ടെസ്റ്റ് ബിഫോർ യൂസ് ഓക്കെ പറയുന്നുണ്ട്. അപ്പം എനിക്കിത് വർക്കായില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ അതാണ് എനിക്ക് ഈ ഒരു ഡോക്ടർ ഷെറ്റ്സിൻ്റെ മോയ്സ്ചറൈസറിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ഒരു കുട്ടി റിവ്യൂ. അങ്ങനെ ഇതെല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്ന് വിചാരിക്കുകയാണ്. ഇപ്പോൾ 300 സംതിങ് ഒക്കെ ഇതിനുള്ള അത്യാവശ്യം റേറ്റ് വരുന്നുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് മേടിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനേ കുറച്ചധികം വേറെ പ്രൊഡക്റ്റുകളും മേടിച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. ഇതൊക്കെ നമ്മൾ ആമസോണിലാണ് മേടിച്ചിട്ടുള്ളത്. ആമസോണിൽ ഇപ്പോൾ ഒരു സെയിൽ നടക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ആമസോൺ ഗ്രേറ്റ് ഫ്രീഡം ഫെസ്റ്റിവൽ ആണ് കേട്ടോ. ഇപ്പോൾ ലൈവാണ്. നമ്മുടെ 6-ാം തീയതി മുതൽ 11-ാം തീയതി വരെയാണ് ഈ ഒരു സെയിൽ ഉള്ളത്. എപ്പോഴും ഞാൻ പറയാറുണ്ട്, നമ്മൾ സെയിലിൻ്റെ സമയത്ത് മേടിക്കുമ്പോൾ നമുക്ക് നല്ല ഓഫറിന് അല്ലെങ്കിൽ ഡിസ്കൗണ്ട് സാധനം കിട്ടും. മിനിമം 50 മുതൽ 80% ഓഫാണ് പറയണത്. അതായത് നമുക്ക് 1500+ ടോപ്പ് ബ്രാൻഡ്സിലാണ് നമുക്ക് ഈ ഒരു ഓഫൊക്കെ വരുന്നത്. അതേപോലെ തന്നെ 4 lakh+ സ്റ്റൈൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡ്രസ്സിന്റെ കേസിലൊക്കെ വരുമ്പോൾ നമ്മളെ എന്താ പറയുക, കോസ്മെറ്റിക്സ്, അതേപോലെ തന്നെ ഫാഷൻ ഡ്രസ് ഐറ്റംസ്, ചെരുപ്പ്, ബാഗ്, ഇതിലൊക്കെ അടിപൊളി ഓഫേഴ്സും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഇനി കാണിക്കാൻ വേണ്ടി പോകുന്ന പ്രൊഡക്റ്റിന് അതേപോലെ തന്നെ എനിക്ക് ഇത് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പം എന്തായാലും ഞാൻ നോക്കി പറഞ്ഞുതരാം ഉള്ള പ്രൊഡക്റ്റുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഞാൻ പറയില്ലേ, എനിക്ക് ഈ ഒരു മോയ്സ്ചറൈസർ പറ്റാത്തത് കൊണ്ട് ഞാൻ പുതിയതായിട്ട് മേടിച്ചിട്ടുള്ള മോയ്സ്ചറൈസറാണ് ഇപ്പോൾ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളതാണ്. സ്കിൻ കെയർ മാറ്റിയിട്ടോ. ഇപ്പോഴത്തെ നമ്മൾ ഓരോ പ്രൊഡക്റ്റുകളും മാറി ട്രൈ ചെയ്യുമല്ലോ. ഞാൻ ഡെർമാക്കോയിലേക്ക് ഒന്ന് ചാടിയിട്ടുണ്ട്. ഇത് ഡെർമാക്കോയിൻ്റെ തന്നെ സൺസ്ക്രീനൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. ഇത് ഡെർമാക്കോയിൻ്റെ ഓയിൽ ഫ്രീ ഡെയിലി ഫേസ് മോയ്സ്ചറൈസർ ആണ് ഫോർ നോൺ ക്രീസി ആൻഡ് ഹൈഡ്രേറ്റഡ് സ്കിന്നിന് വേണ്ടിയിട്ടുള്ളതാണ്. ഹ്യാലുറോണിക് ആസിഡ്, സെറാമൈഡ്സ് നേരത്തെ കണ്ടില്ലേ ആ സാധനം, പിന്നെ മൾട്ടി വിറ്റാമിൻ, അതൊക്കെയാണ് ഇതിൽ ഇൻഗ്രീഡിയൻസ് പറയുന്നത്. ദ ഡെർമാക്കോ ഡിസൈൻഡ് ബൈ ഡെർമറ്റോളജിസ്റ്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ യൂസ് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് എന്താണെന്നുള്ള റിവ്യൂ ഞാൻ പറയാം കേട്ടോ. എങ്ങനെയുണ്ട് ഈ ഒരു മോയ്സ്ചറൈസർ എന്നുള്ളത്. ഈ കാണിക്കുന്ന പ്രൊഡക്റ്റിൻ്റെയൊക്കെ സെപ്പറേറ്റ് റിവ്യൂ ഞാൻ പിന്നെ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഞാനിത് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, ജസ്റ്റ് തുടങ്ങിയിട്ടുള്ളതുകൊണ്ട് ഇപ്പം കൂടുതലൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷെ നല്ല റിവ്യൂ കണ്ടിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം എടുത്തിട്ടുള്ളതൊക്കെ നല്ല റിവ്യൂ കണ്ടിട്ട് എന്താ പറയുക, കുഴപ്പമില്ല, നല്ല ബ്രാൻഡ് നോക്കിയിട്ടാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ അടുത്തൊരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. പാക്കേജിങ് കൊള്ളാം. ഇതിന് എന്തായിരുന്നു, അത് 100 ഗ്രാമാണ് വരുന്നത്. വലിയ പാക്കാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇതിനും ഏകദേശം ആ റേറ്റ് ഒക്കെ വരും കേട്ടോ. 300-400 റേഞ്ചിൽ തന്നെയാണ്. ഇതിലിവിടെ റേറ്റ് കാണില്ല. എന്തായാലും ലിങ്ക് ഞാൻ വല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പം നിങ്ങൾക്ക് കയറി നോക്കുമ്പോൾ കേട്ടോ. ഇപ്പം നമുക്ക് വിലക്കുറവിന് സാധനം കിട്ടും. വ്യത്യാസങ്ങളുണ്ട്. ചിലപ്പോൾ നിങ്ങൾ പറയുന്ന സമയത്ത്, വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്തും പിന്നെ ആ ഒരു സെയിൽ വരുന്ന സമയത്തൊക്കെ ഡിഫറൻസ് ഉണ്ടാവും പ്രൈസിന്. അപ്പോൾ കറക്റ്റ് പറഞ്ഞിട്ട് കാര്യമില്ല.
അതുകൊണ്ടാണ്. പിന്നെ അടുത്തത് വന്നിട്ട് ഈ ഒരു ഫേസ് സ്ക്രബ് വേണമായിരുന്നു. എൻ്റെ അടുത്ത് ലോട്ടസിന്റെ ഒരു ഫേസ് സ്ക്രബ് ഉണ്ടായിരുന്നു. അതെനിക്ക് നല്ല കേട്ടോ, ഫേസ് ഒക്കെ നല്ല ബ്രൈറ്റ്നസ് ഒക്കെ തോന്നിയായിരുന്നു. അത് തോന്നല്ല, അതൊക്കെ ഇട്ടിട്ട് ഫേസ് സ്ക്രബ് ചെയ്യുമ്പോൾ എന്താ ടോപ്പ് വെച്ചുണ്ടാക്കണം, ഭയങ്കര എനിക്കൊന്ന് കിളിയെല്ലാം വന്നിട്ടുണ്ട്. അത് കണ്ട് അവന് ദേഷ്യം വരും. അതുകൊണ്ടായിരിക്കും കുറച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് നല്ല സ്ക്രബ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് എന്താ പറയുക ക്ലീൻ ആവുന്നുണ്ടായിരുന്നു ആ ലോട്ടസിന്റെ. അപ്പോൾ ഇതേ പുതിയ മേടിച്ചതാണ് ജസ്റ്റ് ഹെർബിന്റെ സ്കിൻ കെയർ കോഫി പ്ലസ് വാൾനട്ട് ആണ് ഇതിലെ സ്ക്രബിങ്ങിൽ വരുന്നത് കേട്ടോ. ഫേസ് ആൻഡ് ബോഡി സ്ക്രബ് കൂടെയാണ്. എക്സ്ഫോളിയേറ്റ്, റിമൂവ് ടാനിങ്, അതുപോലെ തന്നെ ബ്രൈറ്റനിങ് സ്കിൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. എല്ലാ സ്കിന്നിനും സ്യൂട്ടാന്നൊക്കെ എഴുതിയിട്ടുണ്ട്. 100 ml ആണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത്. വെഗനാണ്. അപ്പൊ ഇതിന്റെ ഞാൻ എന്താ പറയുക റിവ്യൂ സെപ്പറേറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് നല്ലൊരു ഫേസ് സ്ക്രബ് ആണെങ്കിൽ ഇതിൽ അത്യാവശ്യം ഞാൻ റിവ്യൂ കണ്ടിട്ട് മേടിച്ചാണ്. ഏതൊരു പ്രൊഡക്റ്റ് മേടിക്കുന്ന സമയത്ത് നമ്മളൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യുക. പിന്നെ എല്ലാവർക്കും വർക്കാകാൻ പറ്റില്ല. ഏതൊരു പ്രൊഡക്റ്റ് ഇപ്പം എല്ലാവർക്കും വർക്ക് ആയിക്കോളുന്നില്ല. പിന്നെ ഇപ്പം എല്ലാവർക്കും വർക്കാവും, ചിലപ്പോൾ നമുക്ക് വർക്കാവില്ല. ഇപ്പം എൻ്റെ ഈ ഒരു കേസ് വന്നില്ല. അതേപോലെ തന്നെ അപ്പം നമ്മൾ നോക്കിയിട്ട് നമ്മൾ യൂസ് ചെയ്ത് നോക്കുമ്പോഴേ നമുക്ക് ഏതൊരു പ്രൊഡക്റ്റ് ആണെങ്കിലും നമുക്കത് വർക്കാവുന്ന പറയുള്ളൂ. അപ്പോൾ മേടിക്കുമ്പോൾ ചെറിയൊരു ബോട്ടിൽ നമുക്ക് കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഏറ്റവും ചെറിയ ക്വാണ്ടിറ്റിയിൽ കിട്ടുകയാണെങ്കിൽ അത് മേടിച്ച് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇതാണ് നമ്മുടെ അടുത്തൊരു ഫേസ് സ്ക്രബ് എന്ന് പറയുന്നത്. ഫേസ് സ്ക്രബ് നമ്മുടെ ഫേസിലാവുന്ന ഡെഡ് സ്കിന്നിനെ അതേപോലെ തന്നെ വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സിനെ ഒക്കെ കളയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സംഭവമാണ്. അപ്പം ഇതാണ് അടുത്തൊരു പ്രൊഡക്റ്റ്. നൈസാണ്. ഇതാണ് യൂസ് ചെയ്ത് നോക്കി. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല സ്മെല്ലൊക്കെ കേട്ടോ. ആ സ്മെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ അടുത്ത് വന്നിട്ട് ഞാൻ നെയിൽ പോളിഷ് മേടിച്ചാണ്. സൂപ്പർ നെയിൽ പോളിഷ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ എൻ്റെ ക്വാണ്ടിറ്റി അല്ല എത്ര നോക്കിയില്ല കേട്ടോ. 5 ml വരുന്നുള്ളൂ. അത് ഞാൻ നോക്കിയിട്ടില്ല. 4 നമ്പേഴ്സാണ് വന്നപ്പോൾ. കുഞ്ഞി പാക്കായി തോന്നി. പക്ഷെ കളറൊക്കെ ഭയങ്കര രസമുണ്ട് കാണാനായിട്ട്. ഇപ്പം ഞാൻ കയ്യിലിട്ടിരിക്കുന്ന കളറുണ്ടോ, അതാണ് ഈ ഒരു അറ്റത്തിരിക്കുന്നത് ഉണ്ടോ. ഇങ്ങനെ ഒരു ന്യൂഡ് കളേഴ്സ് ഉണ്ടാവില്ല. ഇപ്പം നമ്മൾ ചുവപ്പ്, പച്ച, മഞ്ഞ എന്നൊക്കെ പറയുന്നത് അങ്ങനത്തെ കളേഴ്സ് അല്ല. ഭയങ്കര ന്യൂഡായിട്ട് ബ്രൗൺ ഷെയ്ഡ് എന്നൊക്കെ പറയില്ല. അതേപോലത്തെ ആ ഒരു ലൈറ്റ് കളേഴ്സിലാണ് വരുന്നത് ഓരോന്നിൻ്റെ ഷെയ്ഡുകൾ. ഇത് ഇങ്ങനെ കോംബോ പാക്കാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് ഒന്നും ഇവിടെ കൊടുക്കണില്ലല്ലോ. 499 ഉണ്ട്. പക്ഷെ അത്രയൊന്നും വരുന്നില്ല കേട്ടോ. എനിക്ക് 300 സംതിങ് ആണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. ഓക്കെ, എനിക്ക് ഇഷ്ടപ്പെട്ടു സംഭവം. ഇതിന്റെ കളേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഇട്ടിട്ടേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് എത്ര നേരം നിൽക്കണതായിരുന്നു എനിക്കറിയില്ല. നല്ല നല്ല കളറുകളാണ്. ജസ്റ്റ് എടുത്ത് കാണിച്ചു തരാം. 4 ചെറിയ പാക്കാണ്. അപ്പം ഇങ്ങനത്തെ കിട്ടുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഈ നെയിൽ പോളിഷൊക്കെ ഉണ്ടല്ലോ, നമുക്കിങ്ങനെ വലിയ ബോട്ടിലൊക്കെ പിടിച്ച് ഇപ്പം ബോറടിക്കും. അപ്പം ഇങ്ങനത്തെ കുഞ്ഞി ഇതാണെങ്കിൽ നമുക്ക് കുറേ എണ്ണം ഉണ്ടാവുകയും ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് കുറേ കളർ മാറ്റി ഇടാലോ ഇഷ്ടം അനുസരിച്ച്. അപ്പം ഈ ഒരു 4 കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്താ ഈ ഒരു ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അപ്പം അമ്മ വന്ന് വെച്ചാൽ 4 ഒരേപോലത്തെ കളർ തന്നു. പക്ഷെ ഇതാ 4 കളർ തന്നെ കേട്ടോ. നമുക്ക് വ്യത്യാസങ്ങളുണ്ട്. റെനേൻ്റെ ആണ്. ഗ്ലോസ് ടച്ച് നെയിൽ ഇനാമലാണ്. ഇതിന്റെ പേരൊന്നും എഴുതിയിട്ടില്ല. റെനെ ഇല്ല. ഇത് കോമ്പോയിൽ വരുന്നത് കൊണ്ടാണ് തോന്നുന്നുണ്ട് ഇത് ഏതാണെന്നുള്ളത് എഴുതിയിട്ടില്ല. അപ്പം ഞാൻ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് ബോറടിപ്പിക്കണ്ട അല്ലേ. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ട്. നല്ല കളറാണ്. ആക്ച്വലി ഞാനിപ്പോൾ കാര്യം പറഞ്ഞല്ലോ, ഈ ഒരു കളർ ഉണ്ടല്ലോ, ഇതെനിക്ക് ഇപ്പം ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ പണ്ട് എനിക്ക് ഒട്ടും ഇഷ്ടമാത്തൊരു കളറായിരുന്നു കേട്ടോ ഈ ഒരു കളറ്. നമുക്കിങ്ങനെ ഓരോ ഏജിലും ചിലപ്പോൾ നമുക്ക് ഓരോ ഇഷ്ടങ്ങൾ മാറും. പണ്ട് എനിക്ക് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഇഷ്ടമില്ലാത്തത് ഈ ഒരു ഏജിൽ എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്താണെന്നറിയില്ല. ഇങ്ങനത്തെ കളറാണ്. പണ്ടൊക്കെ ഞാൻ മിക്കവാറും പറഞ്ഞാൽ ഞാൻ നല്ല മഞ്ഞ പഴയ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കിയാൽ നല്ല തട്ടപ്പച്ച അങ്ങനത്തെ കളറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇപ്പം എനിക്ക് ഇതേപോലത്തെ കളേഴ്സാണ് ഇഷ്ടം കേട്ടോ. നല്ല രസമുണ്ട്. ഇതിൻ്റെ വേറെ കളേഴ്സ് വരുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കുറച്ച് ബ്രൈറ്റ് കളറാണ് ഇഷ്ടമെങ്കിൽ അതിൻ്റെ കോമ്പോസ് ഒക്കെ വരുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനി ചേച്ചി കാണിക്കുന്ന വീഡിയോ എനിക്ക് ആ കളറോടെ ഉണ്ട് ഇപ്പോൾ വിളിക്കാൻ തുടങ്ങും. അപ്പം ഈ നാളിൽ ഞാൻ നല്ല രസമുണ്ട് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്തത് വന്നിട്ട് ഒരു ഫേസ് വാഷ് ആണ്. ഞാനിപ്പോൾ ഒരു ഫേസ് വാഷ് ഞാൻ കുറേ ആയിട്ട് മാമകത്തിൻ്റെ ഒരു ഫേസ് വാഷ് ഉണ്ടായിരുന്നു. നമ്മളെ എന്തായിരുന്നു റൈസ് വാട്ടറിൽ യൂസ് ചെയ്യുന്നത്. നല്ല ഫേസ് വാഷ് തന്നെയാണ്. പക്ഷെ അത് ഞാൻ അന്നേ പറഞ്ഞത് തീരുന്നില്ല. യൂസ് ചെയ്തിട്ട് തീരാത്തൊരു ഫേസ് വാഷ്. ഒരുപാട് ക്വാണ്ടിറ്റി എനിക്ക് തന്നെ അവർ പറഞ്ഞത് കടും ക്വാണ്ടിറ്റി ഒന്നറിയില്ല. അത് കുറച്ചെടുത്താൽ തന്നെ ഫേസ് നന്നായിട്ട് എന്താ പറയുക ക്ലീൻ ആക്കാനുള്ള ഉണ്ടേനും. തീരണമൊന്നുമില്ല. നല്ല ഫേസ് വാഷാണ്. അപ്പം ഞാൻ തീരാത്തേ കൊണ്ട് എന്തായാലും വെച്ച് ഇങ്ങനെ അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പം എനിക്കിത് യൂസ് ചെയ്തിട്ട് നമുക്ക് നല്ല മാറ്റമൊന്നും ഉപയോഗിക്കണമല്ലോ. അപ്പോൾ അത് തീരുന്ന ലക്ഷണം പടുത്തൊന്നും കാണുന്നില്ല. അപ്പം ഞാൻ പുതുതായിട്ടൊന്ന് വേറെ ട്രൈ ചെയ്യാൻ മേടിച്ചു. അതാണ് ഈ ഒരു ഡെർമാക്കോന്റെ നമ്മുടെ ഈ ഒരു ഓയിൽ ഫ്രീ ഡെയിലി ഫേസ് വാഷ് എന്ന് പറയുന്നത്. ഫോർ ക്ലിയർ ആൻഡ് ഹൈഡ്രേറ്റഡ് സ്കിൻ ആണ്. ഹൈലൂറോണിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ്, മൾട്ടി വിറ്റാമിനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇനി ഓരോ പ്രൊഡക്റ്റുകളെ നമ്മൾ എടുക്കുന്ന സമയത്തോ ഇവരുടെ തന്നെ ഈ ഓയിൽ ഫ്രീ എന്താ പറയുക മോയ്സ്ചറൈസർ എന്നൊക്കെ പറയുമല്ലോ, അല്ല ഫേസ് വാഷ് ഒക്കെ തന്നെയാണെങ്കിലും അതിലുണ്ടാവും ചില പ്രത്യേക കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടാവും. നമുക്ക് ഓയിലി സ്കിന്നിന് വേണ്ടിയിട്ടുള്ളത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് പിമ്പിൾസിന്റെ ഇഷ്യൂ ആണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട്, ഡാർക്ക് സ്പോട്ട് മാറുകയാണെങ്കിൽ അതിനൊക്കെ സെപ്പറേറ്റ് നമുക്ക് ഈ ഒരു കണ്ടോ ഹൈലൂറോണിക് ആസിഡ് അതിൽ ഇൻഗ്രീഡിയൻസിൽ വ്യത്യാസം വരുന്ന ഫേസ് വാഷുകൾ അവർ ഇറക്കുന്നുണ്ട്. അപ്പോൾ മേടിക്കുന്ന സമയത്ത് നമ്മളൊന്ന് ഡീറ്റെയിൽസ് ഒക്കെ വായിച്ചു നോക്കാം. നമ്മളെ കൺസേൺ എന്താണ്, നമ്മുടെ ഇഷ്യൂസ് എന്താ നോക്കിയിട്ട് വേണം മേടിക്കാനായിട്ട് കേട്ടോ.
അപ്പം ഇത് ഞാൻ എൻ്റെ സ്കിന്നിന് എന്തൊക്കെയാണ് നോക്കിയിട്ട് മേടിച്ചാണ് കേട്ടോ. ട്വൈസ് ഡെയിലി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ റിവ്യൂ കൊടുക്കട്ടെ എന്തായാലും. ഇത് സൾഫേറ്റ് ആൻഡ് പാരബൻ ഫ്രീ ആണ്, മിനറൽ ഓയിലും കാര്യങ്ങളൊന്നും വരുന്നില്ല, നല്ലതാണ് കേട്ടോ. 100 ml ആണ്. ഇതൊക്കെ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ. നമ്മളെ ഈ ഒരു സംഭവങ്ങൾ ഇതൊക്കെ ഞാനിപ്പോൾ അങ്ങോട്ട് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇതേപോലെ എങ്ങനെയുണ്ടെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. പിന്നെ അടുത്തത് വന്നിട്ട് എന്തായിരുന്നു നമ്മുടെ ഈ ഒരു സൺസ്ക്രീൻ ജസ്റ്റ് കാണിച്ചു തരാം. അക്വലോജിക്കൻ്റെ ഈ ഒരു ഗ്ലോ ഡ്യൂയി സൺസ്ക്രീൻ ആണ്. ഇപ്പം നല്ല മഴ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ മഴ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സൺസ്ക്രീൻ എന്തായാലും ആവശ്യമാണ്, എപ്പോഴും സൺസ്ക്രീൻ ആവശ്യമാണ്. അപ്പോൾ ഈ ഒരു അക്വലോജിക്കൻ്റെ സൺസ്ക്രീൻ ഞാനൊരു സെപ്പറേറ്റ് റിവ്യൂ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് ഞാനോട് കാർട്ടിൽ വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാകും. അപ്പോൾ ഇതെനിക്ക് നല്ല സൺസ്ക്രീനായിട്ട് വർക്ക് ചെയ്തു. പറഞ്ഞില്ല എനിക്ക് ഇത് നല്ല സൺസ്ക്രീനാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതിൻ്റെ ആ ഒരു വീഡിയോൻ്റെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ നോക്കിയറിയാം ചിലർക്ക് ഇത് വർക്കാവില്ല നല്ല പിമ്പിൾസ് എന്തൊക്കെയോ പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം നമുക്ക് വർക്കാവുന്ന വെച്ചാൽ ചിലർക്ക് വർക്കാവില്ല. 16 മിനിറ്റ് അത്ര മതിയില്ലേ. അപ്പം ഇത് ഒരുപാട് വീഡിയോ ലെങ്ത് ആയിട്ടോ. എനിക്കിത് ഇഷ്ടപ്പെട്ട സൺസ്ക്രീനാണ്. അപ്പം നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചിലർ ഈ ഒരു അക്വലോജിക്കാണ് സൺസ്ക്രീൻ പറ്റുന്നില്ല, വേറെ ഏതെങ്കിലും ഒരു നല്ല സൺസ്ക്രീൻ പറഞ്ഞു തരുമോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് നിങ്ങൾ ഈ ഡെർമാക്കോയിൽ ട്രൈ ചെയ്ത് നോക്കും. ഇത് ഡെർമാക്കോയിൻ്റെ 50 ഗ്രാമിൽ വരുന്ന SPF 50 PA+++ വരുന്ന 1% ഹെലറോണിക് സൺസ്ക്രീൻ ആണ്. അക്വജൽ ഫോർ ബ്രോഡ് സ്പെക്ട്രം ബ്ലൂ ലൈറ്റ് പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല സൺസ്ക്രീൻ ആണ്, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഫേവറേറ്റ് ആയിട്ടുള്ള. എനിക്ക് ഒരുപാട് സൺസ്ക്രീനുകൾ ഇഷ്ടമാണ്. ഇപ്പോൾ അക്വലോജിക്ക ഇത് വേറെയൊക്കെ ഉണ്ട്, ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഒക്കെ യൂസ് ചെയ്ത് നോക്കാറുണ്ട് കേട്ടോ. അപ്പം ഇതാണ് അടുത്തൊരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു 2 സൺസ്ക്രീൻ അക്വലോജിക്ക, അതേപോലെ തന്നെ ഈ ഒരു ഡെർമാക്കോയിൻ്റെ നന്നായിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എന്താ പറയുക, വേണമെങ്കിൽ എന്തെങ്കിലും പ്രൊഡക്റ്റ് അവിടെ ഉണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. എന്തായാലും നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ.